ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നോട് പറഞ്ഞത് കൊച്ചിന്റെ വേഗതയിലാണ് ഈ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യപേപ്പർ ചോർത്തിയ ആളുകളെ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശരിയാണോ? ചോദ്യപേപ്പറുകൾ ചോർത്തിയ ആളുകൾ കുറ്റവാളികൾക്ക് നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണം അവസാനിപ്പിക്കണം. ആ രാഷ്ട്രീയ സംരക്ഷണം ഭാവി തലമുറയോടുള്ള ക്രൂരതയാണ്. ചോദ്യപേപ്പർ ചോർത്തിയ ആളുകളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ പരീക്ഷാ സമ്പ്രദായത്തിന്റെ പവിത്രത നിലനിർത്താൻ കഴിയൂ. നാളെ ഒരു അധ്യാപകനും ഇത്തരം കാര്യം ചെയ്യാൻ പാടില്ല. നാളെ ഒരാളും ഈ ചോദ്യ പേപ്പറുകൾ ചോർത്താൻ പാടില്ല. നിങ്ങൾ മറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഈ കേസിൽ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നാളെ SSLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും ചോദ്യ പേപ്പർ ഇവർ തന്നെ ചോർത്തില്ലേ? അപ്പോൾ ഇതിനെ മുളയിലേ നുള്ളണ്ടേ? ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യ പേപ്പർ ചോർത്തിയ ആളുകൾ എത്ര പ്രബലന്മാരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഭാവിയിൽ ചോദ്യ പേപ്പറുകൾ ചോരുന്ന സംഭവം കേരളത്തിൽ ഉണ്ടാകാതിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഉടനീളം ഇത്തരമൊരു പ്രവണത കണ്ടുവരികയാണ്. ഭരിക്കുന്ന ഗവൺമെന്റുകൾ പരീക്ഷയുടെ കാര്യത്തിൽ എടുക്കുന്ന ഗൗരവമില്ലായ്മയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്നത്. പരീക്ഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പരീക്ഷാ സമ്പ്രദായത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കുന്നില്ല. സിലബസ് പരിഷ്കരണം നടക്കുന്നില്ല. എക്സാമിനേഷൻ ബോർഡുകൾ അവരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നില്ല. സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല. സമയത്ത് ഉത്തരക്കടലാസുകൾ പരിശോധിക്കപ്പെടുന്നില്ല.